ഹായ് ഫ്രണ്ട്സ്, ഇത് ആ മേഘം പോലെ മൃദുവായ സ്വർണ്ണനിറത്തിലുള്ള പുതുതായി ചുട്ടെടുത്ത ബ്രെഡ്. കുറച്ച് ലളിതമായ ചേരുവകളും ഒരു ബ്ലെൻഡറും അല്പം ക്ഷമയും മാത്രമേ ആവശ്യമുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? ഇന്ന് ഞങ്ങൾ വീട്ടിൽ തന്നെ ബ്രെഡ് ഉണ്ടാക്കുകയാണ്. ബ്രെഡ് മെഷീൻ ഇല്ല, ഫാൻസി ഉപകരണങ്ങളൊന്നുമില്ല, ശുദ്ധവും ലളിതവുമായ നന്മ മാത്രം. ഇപ്പോൾ ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആരംഭിക്കാം. ഞങ്ങൾ ഞങ്ങളുടെ അടിത്തറ നിർമ്മിക്കുന്നു. ഒരു ബ്ലെൻഡർ എടുത്ത് 2 പുതിയ മുട്ടകൾ പൊട്ടിക്കുക. 250 മില്ലി ചൂടുള്ള പാൽ ഒഴിക്കുക. ചൂടല്ല, ചൂടോടെ. മധുരത്തിന് 1 സ്പൂൺ പഞ്ചസാര. ആ സമ്പന്നമായ വെണ്ണയുടെ രുചിക്ക് 2 വലിയ സ്പൂൺ അധികമൂല്യ. അത് പൊങ്ങാൻ 10 ഗ്രാം ഉണങ്ങിയ ഈസ്റ്റ്. എല്ലാം സന്തുലിതമാക്കാൻ ഒരു ചെറിയ നുള്ള ഉപ്പ് എന്നിവ ചേർക്കുക. ഇപ്പോൾ മൂടി ഉറപ്പിച്ച് പൂർണ്ണമായും മിനുസമാർന്നതുവരെ ഏകദേശം 2 മിനിറ്റ് എല്ലാം മിക്സ് ചെയ്യുക. ദ്രാവകം ഒരു വലിയ ഗ്ലാസ് പാത്രത്തിലേക്ക് ഒഴിക്കുക. പതുക്കെ 700 ഗ്രാം ഗോതമ്പ് മാവ് ഒരു സമയം കുറച്ച് ചേർക്കുക. 1/2 സ്പൂൺ ഉപയോഗിച്ച് ഇളക്കാൻ തുടങ്ങുക. അത് വളരെ കട്ടിയുള്ളതാകുമ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് മാറുക. നിങ്ങളുടെ വിരലുകൾക്കടിയിൽ മാവ് സജീവമാകുന്നതായി അനുഭവിക്കുക. മാവ് മിനുസമാർന്നതും ഇലാസ്റ്റിക് ആകുന്നതും ഉറച്ചതുമാകുന്നതുവരെ പാത്രത്തിൽ തന്നെ കുഴക്കുക. മാവ് ചെറുതായി പൊടിച്ച ഒരു വൃത്തിയുള്ള പാത്രത്തിലേക്ക് മാറ്റി ഒരു വെളുത്ത തുണി കൊണ്ട് മൂടി 1 മണിക്കൂർ മുഴുവൻ ഇരിക്കാൻ അനുവദിക്കുക. ഇവിടെയാണ് മാജിക് സംഭവിക്കുന്നത്. ഈസ്റ്റ് നിങ്ങൾക്കായി എല്ലാ കഠിനാധ്വാനവും ചെയ്യുന്നു. ക്ഷമയോടെ ഇരിക്കുക. നല്ല ബ്രെഡിന് സമയമെടുക്കും. അത് നോക്കൂ, അതിന്റെ വലിപ്പം ഇരട്ടിയായി. സൗമ്യമായി താഴേക്ക് കുത്തി 1 നിമിഷം കുഴച്ച് 2 തുല്യ കഷണങ്ങളായി മുറിക്കുക. ഒരു പകുതി എടുത്ത് ഒരു റോളിംഗ് പിൻ ഉപയോഗിച്ച് പരന്ന ഓവൽ ആകൃതിയിൽ ഉരുട്ടുക. ഇപ്പോൾ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരു വൃത്തിയുള്ള സിലിണ്ടറിലേക്ക് ദൃഢമായി ചുരുട്ടുക. രണ്ടാമത്തെ കഷണം ഉപയോഗിച്ച് ആവർത്തിക്കുക. 2 റോളുകളും നിങ്ങളുടെ ബേക്കിംഗ് പാനിൽ വയ്ക്കുക. വീണ്ടും തുണികൊണ്ട് മൂടുക. മറ്റൊരു മണിക്കൂർ പൊങ്ങാൻ വയ്ക്കുക. അവ വീർക്കുകയും തയ്യാറാകുകയും ചെയ്യുമ്പോൾ ഒരു മുട്ടയുടെ മഞ്ഞക്കരു അടിച്ച് ഓരോ റൊട്ടിയുടെയും മുകളിൽ ഉദാരമായി ബ്രഷ് ചെയ്യുക. ഇതാണ് ആ മനോഹരമായ തിളക്കമുള്ള സ്വർണ്ണ ഫിനിഷ് നൽകുന്നത്. പിന്നെ ഇതാ അവ. അടുപ്പിൽ നിന്ന് പുതിയത് കടും സ്വർണ്ണ തവിട്ട് നിറം. മുകളിൽ പൂർണ്ണമായും തിളങ്ങുന്നു. അകം നോക്കൂ, മൃദുവും വായുസഞ്ചാരമുള്ളതും അവിശ്വസനീയമാംവിധം മൃദുവും. അത് കീറിമുറിച്ച് ആ പുറംതോട് പൊട്ടുന്നത് കേൾക്കൂ. വീട്ടിൽ ഉണ്ടാക്കിയ ബ്രെഡ് എങ്ങനെയായിരിക്കണം എന്ന് ഇതാണ് തോന്നേണ്ടത്. നിങ്ങൾക്ക് ഈ പാചകക്കുറിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തുക. കൂടുതലറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായി എന്ത് ബേക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരു കമന്റ് ഇടുക. അടുത്തതിൽ കാണാം.